ഇതിപ്പോൾ വലിയൊരുന്നാളിനെ കൊണ്ട് മൂരിനെ ഇറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം എന്താ അപ്പം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്ത് എന്നാൽ ഇഫ്താർ ആയിക്കോട്ടെ. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊന്നും എല്ലാവരും അവരുടെ വീട്ടിൽ പോയി ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എല്ലാവരും പിന്നെ ഒരുമിച്ച് കൂടുക. അവിടെ ഇതൊക്കെ വേറെ അപ്പം എന്തായാലും തൂക്കൊപ്പിക്കാണ് ഇപ്പോൾ. രാത്രിയായി കഴിഞ്ഞ് ആണിക്കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തും സംഭവിക്കാവുന്ന എന്തിനും സൗകര്യമുള്ള രൂപത്തിലുള്ള ഒരു സംവിധാനമായിട്ടത് മാറുന്നു. ഇതിന് കോളേജുകൾ എങ്ങനെയാണ് അനുവാദം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കോളേജുകൾ പലതും അനുവാദം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ക്യാമ്പസുകളിലായിരുന്നാലും പൊതു പ്രോഗ്രാമുകളിലൊക്കെ ആയിരുന്നാലും ഇഫ്താറിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വർഷവും പുതുതായിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈവൻ മറ്റേ ഇശൽ മേള, ഗാനമേള രൂപത്തിൽ ഇശൽ മേള പോലും ഇഫ്താറിന് ശേഷം ദീപാലങ്കാരമായി ഇതാക്കിയിട്ട് ക്യാമ്പസുകളിലൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരു പക്ഷേ മഗ്‌രിബും ഉണ്ടാവില്ല, ഇശാവും ഉണ്ടാവില്ല, ചേർന്ന് രാത്രി ആഗോളം ഒരുപാട് ആഘോഷത്തിൻ്റെ നിറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തും കച്ചവടവൽക്കരിച്ചുകൊണ്ടൊരു ട്രെൻഡിൻ്റെ ഒപ്പം പോയി കഴിയുമ്പോൾ ഇഫ്താറുകളും ഈ ഒരു പുണ്യമായിട്ടുള്ള ഒരാളെ നോമ്പ് ഉറപ്പിച്ച നോമ്പ് നോറ്റതിൻ്റെ അതേ പുണ്യം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ട സംഗതി ഈ രൂപത്തിലേക്കൊരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് പോകുമ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, എനിക്ക് ഈ കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഉണ്ടായൊരു അനുഭവം പറയാം. ഒരു നോമ്പ് തുറയ്ക്ക് നമ്മളെ വിളിച്ചു. അപ്പോൾ അവിടെ ഒരു ചെറിയ ഉദ്ഘാടനം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചു, നമസ്കരിക്കാൻ എന്തായിരിക്കും അവിടെ സൗകര്യം ചോദിച്ചു. പറഞ്ഞു അവിടെ നമ്മൾ നമസ്കരിക്കാൻ എന്ത് ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ നോമ്പ് തുറയ്ക്ക് വലിയ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് ഇത്രയും വലിയ ഫംഗ്ഷനാണെന്ന് പോലും അറിയുന്നത്. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞ് അതിങ്ങനെ കഴിഞ്ഞ ഞാനൊക്കെ അങ്ങോട്ട് കഴിച്ച് കഴിയുന്നിട്ടില്ല. അപ്പോഴേക്കുണ്ട് വേറൊരു ഭാഗത്ത് ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നു. ഒരു ക്യൂ ഇങ്ങനെ രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമസ്കാരമില്ല, നേരെ എന്താണ് ആളുകൾ ക്യൂ വയ്ക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ കോളേജ് കുട്ടികളോ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ സംവിധാനമല്ലേ ഇല്ല, പള്ളിയിലേക്ക് പോവാൻ ഒന്നിച്ച് കഴിച്ചു എന്നുള്ളത് കുറ്റമല്ല. അല്ല, അതല്ല, സമയത്തിൻ്റെ അടുത്തുണ്ടല്ലോ. മഗ്‌രിബ് നമസ്കാരമല്ലേ നമ്മൾ പരമാവധി നേരത്തെ ആക്കണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സംവിധാനമില്ല. പിന്നെ അവിടുന്ന് ആളുകൾ പള്ളിയിലേക്ക് എന്ത് ചെയ്യണം, പോകണം. അപ്പം ഇത് പിന്നെ നമ്മുടെ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഇപ്പോൾ എന്നുള്ളതാണ്. ഇതിലൊന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കോളേജുകളിൽ ഒരു പുതിയ ട്രെൻഡായിട്ട് വരികയാണ്. അവിടുത്തെ ഒന്നുകിൽ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചില പ്രത്യേക ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന നോമ്പ് തുറകൾ. ആ നോമ്പ് തുറകൾ എന്തായാലും ഇപ്പോൾ നോമ്പ് തുറക്കണമെങ്കിൽ മഗ്‌രിബ് ആവണ്ടേ. അപ്പോൾ ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒന്നുകിൽ ക്ലാസ് കഴിഞ്ഞ് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ പോയിട്ട് അണിഞ്ഞൊരുങ്ങി എന്ത് ചെയ്യും, രണ്ടാമത് വീണ്ടും എത്തുക. എന്നിട്ട് ഇത് കഴിയാന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ഭക്ഷണമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ തിരിച്ചു പോകാൻ. അപ്പോൾ എത്രയോ രാത്രിയായി കഴിഞ്ഞ് ആണിക്കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തും സംഭവിക്കാവുന്ന എന്തിനും സൗകര്യമുള്ള രൂപത്തിലുള്ള ഒരു സംവിധാനമായിട്ടത് മാറുന്നു. ഇതിന് കോളേജുകൾ എങ്ങനെയാണ് അനുവാദം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കോളേജുകൾ പലതും അനുവാദം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം നേരിട്ട് ശ്രദ്ധയിൽ വെച്ചാൽ ഒരു കുട്ടി, എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കുട്ടി. അപ്പോൾ ആ കുട്ടി ഇതുപോലെ ഇതിന് പോകുന്ന സമയത്ത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അല്ല അവിടുത്തെ എന്താണ് പ്രോഗ്രാം അവിടെ? അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വല്ല ക്ലാസ്സൊക്കെ നടക്കൊണ്ട് പറയും, തുടങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ സാധാരണ ഈ എല്ലാ പരിപാടിയും നടക്കുന്ന സമയത്തുണ്ടാകുന്ന പോലുള്ള കുറച്ച് കളികളൊക്കെ, കസേര കളി, മറ്റേ കളി, ഇതുപോലുള്ള കുറച്ച് കളികൾ, പിന്നെ പാട്ട് പാടുന്നവർ എന്ത് ചെയ്യുക, പാട്ട് പാടുക, ഇങ്ങനെ കുറച്ച് എന്തോ അറിയില്ല, കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് മറ്റേ ഭക്ഷണം കഴിക്കൽ, നമസ്കാരത്തിന് സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾക്കുള്ളൊരു ഗൗരവമുള്ള വിഷയം എന്താ വെച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഇത്. ഈ ആരാധനയുടെ രൂപം നിശ്ചയിച്ച് എന്നിട്ടുള്ളത് അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുകയും പ്രവാചകൻ മാതൃകയായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ മാതൃക പിൻപറ്റാത്തിടത്തോളം ഇതിലൊരു പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, അതിനെതിരാകുന്നതിലൂടെ എല്ലാ വിധത്തിലുമുള്ള അവിശുദ്ധതകളിനകത്ത് വരും. അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ, ഈ ആഘോഷങ്ങൾക്ക് ചില പൊതു സ്വഭാവങ്ങളുണ്ട്. ശരിക്കിത് ആഘോഷമല്ല. റമദാനിൽ ഇത് ഇഫ്താർ ഒരു ആഘോഷമല്ല, ഒരു ആരാധനയുടെ ഭാഗമായിട്ടുള്ളതാണ്.
പക്ഷേ ഇതിനെ ആഘോഷമാക്കിയിട്ടാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആഘോഷത്തിൻ്റേതായ പൊതു സ്വഭാവങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ചില സാംസ്കാരിക മാലിന്യങ്ങളെ കൂടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശുദ്ധീകരണത്തിനാണ്. അപ്പോൾ ഇവിടെയുള്ള പൊതു സംസ്കാരത്തിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്ന നമ്മുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ എന്തെല്ലാം വൃത്തികേടുകളുണ്ടല്ലോ ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് തക്കവയോടെ നേരിട്ട് ശുദ്ധീകരിക്കുക വേണ്ടേ. പക്ഷേ ഇല്ലാത്ത മാലിന്യങ്ങൾ കൂടെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും നാളെ റമദാൻ എന്ന് പറഞ്ഞാൽ, ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുള്ള വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെ സാധനം പോലെ സലഫുകളുടെ മാർഗത്തിലേക്ക് മടങ്ങാന്ന് പറയില്ലേ, അതിൻ്റെ ഒരു പ്രസക്തി ഇവിടെയാണ് ഞാൻ പറയുന്നത്. സലഫുകൾ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് എന്തോ ആ പാരമ്പര്യത്തിലേക്ക് മടങ്ങുക മാത്രമേ വഴിയുള്ളൂ. ഇവിടെ എനിക്ക് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയുള്ളൂ. ഒന്ന് വെച്ചാൽ ഇതിൽ സംഘടനകൾക്കൊരു പങ്കുണ്ട്. എന്നുവെച്ചാൽ പലപ്പോഴും മുസ്ലിം സംഘടനകൾ മാത്രമല്ല ഇതിനകത്ത്, മറ്റ് രാഷ്ട്രീയ സംഘടനകളും കുട്ടികൾക്കിടയിൽ അവരുടെ താല്പര്യത്തെ മാനിക്കാൻ വേണ്ടി ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ സംഭവിക്കാണ്ടല്ലോ എന്താ വെച്ചാൽ കൂടുതൽ വൈബ് സൃഷ്ടിക്കാൻ പറ്റുന്ന, കൂടുതൽ ആഘോഷങ്ങൾക്ക് അവസരം കൊടുക്കുന്ന, സ്വാതന്ത്ര്യം നൽകുന്നവരാരാണോ അവരാക്കാരതിൻ്റെ മേൽക്കൈ നേടിയെടുക്കുക. അപ്പോൾ അവിടെ കുറച്ചെങ്കിലും ഇസ്ലാമിക സ്വഭാവമുള്ളവനെന്തെയും പിന്തള്ളപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിന് പ്രോത്സാഹനം നൽകേണ്ടതല്ല, ഇത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതാണെന്ന് ഈ സംഘടനകൾ അറിയണം. രണ്ട്, രക്ഷിതാക്കളോടാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചോളം തങ്ങളുടെ മക്കൾ ഇത്തരത്തിലൊരു ആവശ്യം വന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തിപ്പോൾ കോളേജിലൊരു ഇഫ്താർ, അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ നടക്കുന്നത്? ഇനി എനിക്കറിയില്ല. ഞങ്ങളൊരു ഒരുപാട് വർഷം മുമ്പാണ്, അപ്പോൾ ഞാനും ഹാരിസ് മൗലിയും കൂടെ ഒരിക്കൽ ഇതുപോലെ മണ്ണാർക്കാട് കോളേജിൽ ഒരു ഇഫ്താർ സംഗമത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ചാൽ ഹാരിസ് മൗലവിയുടെ, ഞാനാദ്യം കുറച്ച് നേരം സംസാരിച്ചു, പിന്നെ ഹാരിസ് മൗലവിയുടെ ഒരു നല്ലൊരു പ്രഭാഷണവും ഒക്കെ വെച്ചുകൊണ്ട് അവിടുത്തെ യൂണിയനും ഒക്കെ കൂടെ ചേർന്ന് വരുന്നു. അത് പക്ഷേ വളരെ മര്യാദയോടെ നടത്തിയൊരു ഇതാണ്, കോളേജിലെ അധ്യാപകരും മറ്റുമൊക്കെ ഉള്ള ഇത്. ഇതിപ്പോൾ അങ്ങനെയല്ല നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, തങ്ങളുടെ കുട്ടികൾ ഇഫ്താറിനല്ല പോകുന്നത് ബർത്ത്ഡേ പാർട്ടി പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ളൊരു പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്നുള്ള മനസ്സിലാക്കുകയും കുട്ടികളെ നിർബന്ധമായിട്ടും തടയണം. അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ളൊരു ഭാഗത്ത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്കാണ് ഇത് പോകുന്നത്. അതിൻ്റെ ആരാധനകൾ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്തടത്ത്, രണ്ട്, കുട്ടികൾക്ക് വഴികേടിനുള്ള തുറന്നൊരവസരം ദീനിൻ്റെ പേരിൽ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം റമദാൻ്റെ മുഖം അല്ലെങ്കിൽ വികൃതമായി പോകും. ഈ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ അതിനൊരു ഈക്വലൻ്റായിട്ട് ഇഫ്താറും നമ്മളുണ്ടല്ലോ എന്നുള്ളിടത്തേക്കാണ് സംഗതി വെക്കുക. അതിലിപ്പോൾ ഡ്രസ് കോഡ് ഇഫ്താറിന് ട്രെൻഡായിട്ട് വരുന്നുണ്ട്. പിന്നെ അറബി കുപ്പായങ്ങളും ബാക്കിയൊക്കെ ആക്കി ചെയ്തിട്ട്, പിന്നെ അതിൻ്റെ ഈ ദീപാലങ്കാരമാണ് അതിനേക്കാളും രസം. വരുന്ന വഴികളും മൊത്തം റീലും ബാക്കി. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ താമസിക്കുന്നത്, കൊടികുത്തി മലയിൽ പോയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇഫ്താർ ആഘോഷിച്ച് വരുന്ന ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. കൊടികുത്തി മലയിൽ റിസോർട്ട് എടുത്തിട്ട് ഇത് രാത്രിയാണല്ലോ എന്തായാലും ഇഫ്താർ പറ്റുള്ളൂ, കാരണം ബാങ്ക് കൊടുത്തിട്ടാണല്ലോ തുടങ്ങുക. എന്നിട്ട് ഈ രാത്രി പിന്നെ അത് കഴിഞ്ഞ് പിരിഞ്ഞ് അതിൻ്റെ റീല് കാര്യങ്ങളൊക്കെ വരിക. ഇതൊക്കെ നേരത്തെ രക്ഷിതാക്കൾ കാണുന്നുണ്ടല്ലോ. എന്താണ് നമ്മൾ രക്ഷിതാക്കൾ അടക്കമുള്ള സ്ഥാപന മേധാവികളടക്കമുള്ള ആളുകളൂടെ നമുക്കെന്താ സൂചിപ്പിക്കാനുള്ളത്? അല്ലേ, പിന്നെ നസീഫിൻ്റെ സംസാരത്തിൽ അടക്കം വന്നു ഇഫ്താർ ആഘോഷം. ഇഫ്താറും റമദാനും ആഘോഷമാക്കിയത് ആരാ? ഇസ്ലാം ആഘോഷമാക്കിയിട്ടില്ല. അത് കച്ചവട കമ്പോളങ്ങൾ ത്രസിപ്പിക്കുന്ന ഒരു കാലഘട്ടമാക്കി മാറ്റിയപ്പോഴാണെന്ത് എല്ലാം ആഘോഷം എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നത്. അത് അറിയാതെ നമ്മളും പറഞ്ഞു പോവുകയാണ്. നമ്മൾ ആ രീതിയിലേക്ക് വരികയാണ്. ഇസ്ലാം ഒരിക്കലും റമദാൻ ഒരു ആഘോഷമായിട്ട് കണ്ടിട്ടില്ല. അടങ്ങാനുള്ള കാലമാണ്, ആഘോഷിക്കാനുള്ള കാലമല്ല റമദാൻ എന്ന് പറയുന്നത്. ഇഫ്താറും തന്നെ ആഘോഷമൊന്നുമല്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞെക്കിക്കൊല്ലലുണ്ട്, നക്കിക്കൊല്ലലുണ്ട്, അല്ലേ? രണ്ടിലും ചാവും. രണ്ടിലും അവസാനം ആള് മരിക്കും. എന്താ ഒരു ആലിംഗനം പറയല്ലേ, ആലിംഗനം, അല്ലേ? അതാണ് ഈ പരിപാടി. അതായത് ശൈത്താൻ ശരിക്കും ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് മുസ്ലിം സമുദായത്തോടാണ് ഞാൻ പറയുന്നത്, മുസ്ലിം രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത്, അതുപോലെ ഇസ്ലാമിക പണ്ഡിതന്മാരോടാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യണം, വേഗം അഡ്രസ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് വലിയ പരിക്കുകൾ ഉണ്ടാക്കും. കാരണം ഒന്ന് ശൈത്താൻ നമ്മുടെ പരിപാടി എന്താ ഒപ്പിക്കുക എന്ന് വെച്ചാൽ, ഒന്ന് ഈ ഇസ്ലാമിക കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാതെ എങ്ങനെ മനുഷ്യന്മാരെ അകറ്റാൻ പറ്റുമെന്നാണ് നോക്കുക. അതൊരു നിലക്കും നടക്കണില്ല എന്ന് തോന്നിയാൽ ഇസ്ലാമിക പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുക അവൻ്റെ വിശ്വാസത്തിന് മായം കലർത്താൻ പറ്റുമോ നോക്കും. അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചാൽ മതി, എന്നാൽ പിന്നെ ഒരു പ്രവർത്തനം സ്വീകരിക്കൂല.
കാരണം അവർ നരകത്ത് കൊണ്ടുപോലേ വേണ്ടുള്ളൂ. അതും നടക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്ത് ചെയ്യിപ്പിക്കും. ഈ ബിദ്അത്ത് ചെയ്യിപ്പിച്ചുള്ള സുഖം എന്താ വെച്ചാൽ ചെയ്യുന്നതൊക്കെ പുണ്യം വിചാരിച്ചിട്ട് ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഒരു കാലത്തും തൗബ ചെയ്യൂല, ഒക്കെ പുണ്യമല്ല വിചാരിക്കുക. അപ്പോൾ ശൈത്താന് നല്ല ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണെന്ത് റമദാൻ എന്ന് പറഞ്ഞാൽ. ഏകദേശം മദ്യപിക്കുന്ന അതുപോലെയുള്ള മറ്റ് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ മോശപ്പെട്ട കാര്യങ്ങൾ കാണുന്ന ആളുകളൊക്കെ ഒരു റമദാൻ മാസം എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരും, നോമ്പിലേക്ക് വരും, പശ്ചാത്തപിക്കാൻ വരും, ഒന്ന് നന്നാകാൻ വേണ്ടി. ഇതാ ജാ റമദാൻ ഫുത്തിഹത്ത് അബുവാബ് ജന്ന വഗുല്ലിഖത്ത് അബുവാബ് നാർ വസുഫിദത്ത് ഷയാത്തി എന്ന് പറഞ്ഞല്ലേ, പിശാച്ചിനെ പിടിച്ച് ചെങ്ങലക്കിടുന്ന കാലാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അന്തരീക്ഷം ശരിക്കും അനുകൂലമായി കിട്ടുകയാണ് നന്നാകാനും. അപ്പോൾ പിന്നെ ആൾക്കാരെ പിടിച്ചാൽ കിട്ടൂല, എല്ലാവരും റമദാനെ കണ്ട് ഒഴുകുകയാണ്. കാരണം നോമ്പ് ഒൽക്കാതൊക്കെ പറഞ്ഞ ഒരു മോശപ്പെട്ട കാര്യമാണെന്നുള്ള എന്തുണ്ട് വന്നിട്ടുണ്ട്, ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശൈത്താൻ ചെയ്യുന്ന പരിപാടിയാണ് എന്താ വെച്ചാൽ, എന്നാൽ നോമ്പൊന്നും ഉഷാറാക്കി കൊടുക്കുക. അപ്പോൾ ഇഫ്താർ ഉഷാറാക്കുക. നടക്കുന്ന പരിപാടി എന്താ നേരത്തെ നടന്ന പരിപാടി തന്നെ. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിങ്കിൾ ചെയ്യണം, അവർക്ക് പൊട്ടി പൊട്ടി ചിരിച്ച് സംസാരിക്കണം, അവർക്ക് പിന്നെ ശൃംഗരിക്കണം. ഇതൊന്നും ഇസ്ലാമികമായിട്ട് അനുവദിച്ച കാര്യമല്ല. അപ്പോൾ അത് റമദാൻ്റെ പേരിൽ ചെയ്യുക. അപ്പോൾ സാധാരണയാകുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതായാലും റമദാൻ ഇഫ്താർ സംഘടിപ്പിക്കുക. ഇഫ്താർ സംഘടിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പിന്നെ വത്തക്ക മുറിക്കാൻ കൊടുക്കുക, മറ്റവർക്ക് എന്ത് കൊടുക്കുക, എന്നിട്ട് അത് റീൽസ് ആക്കുക, എന്നിട്ട് രണ്ടാൾ ഒരുമിച്ച് നിൽക്കുക, എന്നിട്ട് ഒരാൾ വായിക്ക് മറ്റാൾ വെച്ച് കൊടുക്കുക, ഇയാൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതന്നെയല്ലേ ഇതുവരെ നടന്നത്, ഇത് തന്നെയാണ് ഇതുവരെ നടന്നത്. ഇതുവരെ നടന്ന സാധനം തന്നെ റമദാൻ്റെ കുപ്പായിട്ടും കണ്ട് എന്ത് ചെയ്യുക, ആ രീതിയിൽ നടത്തി കാണിച്ചു കൊടുക്കുക. അപ്പോൾ നടക്കേണ്ടതൊക്കെ നടക്കും. പിന്നെ രാത്രി തങ്ങല്ലേ വേണ്ടത്, എല്ലാത്തിനും ആവശ്യം എന്താ, രാത്രി തങ്ങണം. വീട്ടിൽ നിന്ന് മാന്യമായൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ട്യൂഷനുകളൊക്കെ രാത്രി 10 മണി വരെയാണ്. ഇപ്പോൾ ആ ട്യൂഷൻ്റെ പേരും പറഞ്ഞിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, രാത്രി പുറത്തിറങ്ങുകയാണ്. പെരേക്കൊണ്ട് എത്തുമ്പോഴേക്ക് പിന്നെ വീണ്ടും പുറത്തിറങ്ങുകയാണ്. അതേപോലെ ഇത് നല്ല സുഖമല്ലേ, കാരണം ഇഫ്താർ പിന്നെ മഗ്‌രിബിനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പുറത്തിറങ്ങാം. എന്നിട്ട് അവർക്ക് പരസ്പരം മിങ്കിൾ ചെയ്ത് രാത്രി 10 മണിക്കും 11 മണിക്കും ഈ മലയിലും അവിടെയും കാട്ടിലും ഒക്കെ പോകാം. അതായത് നാട്ടിൽ സാധാരണ നടക്കുന്നതൊക്കെ റമദാൻ മാസത്തിലും നടക്കാൻ വേണ്ടി ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു കെണിയിൽ പോയിട്ട് ഈ സമുദായം ഒന്നായിട്ട് കുരുത്തി പോയി വീണ മാതിരി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയേണ്ടത് ആദ്യം രക്ഷിതാക്കളാണ്. നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ രക്ഷിതാക്കൾ എവിടേക്കായി കുട്ടികൾ പോണത്, അവിടെ ഇഫ്താർ നേക്കുമ്പോഴേക്ക് ഇഫ്താർ ഇവിടെ മതി, വീട്ടിൽ മതി, എന്തീനി ബോധമുള്ള ഒരു രക്ഷിതാവാണെങ്കിൽ അതാ പറയേണ്ടത്. അത് സാധാരണ ഉള്ളവരിന്ന് മതി, ഈ റമദാൻ മാസത്തിൽ ആ ജാതി പരിപാടിക്ക് പോകേണ്ടതില്ല എന്ന് നട്ടലുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ ഇത് പറയണതിന് കാശ് കൊടുക്കാനും പോകേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം സ്ഥാപനങ്ങൾ ഇത് സംഘടിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ വേറൊരു നേരത്തെ നസീഫ് പറഞ്ഞതിനാണ് വേറൊരു എലമെൻ്റ് ഇതാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ആഘോഷത്തൊരു ലിബറൽ ജീവിത രീതിയും ഏത് കാലത്തും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് കുപ്പായിടുന്നത്. മറ്റൊരു രീതി എന്ന് പറയുന്നത്, അത് പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷം നടത്തി, ഓണത്തിൻ്റെ ആഘോഷം നടത്തി, വേറെയുള്ള ആഘോഷം നടത്തി. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ തിരഞ്ഞിട്ട് അതേപോലെ നടത്താൻ പറ്റിയ ആഘോഷം കിട്ടണില്ല. ഇതിപ്പോൾ വലിയൊരുനാളിനും കൊണ്ട് മൂരിനിറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം എന്താ, അപ്പം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്ത്, എന്നാൽ ഇഫ്താർ ആയിക്കോട്ടെ. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊന്നും എല്ലാവരും അവരുടെ വീട്ടിൽ പോയി ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എല്ലാവരും പിന്നെ ഒരുമിച്ച് കൂടുക, അവിടെ ഇതൊക്കെ വേറൊരു. അപ്പോൾ എന്താ തൂക്കൊപ്പിക്കാണ് ഇപ്പോൾ ഇതൊക്കെ. ആ തൂക്കൊപ്പിക്കണീൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ജാതി സംഗതികൾ വരും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റമദാൻ മാസം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് വരാനും കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും. നാവിന് നോമ്പുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, അവൻ്റെ എല്ലാ കാര്യത്തിനും നോമ്പുണ്ട്. മല്ലം മെദ ഖൗല സൂരി വല്ല മലബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അയ്യദ തആമുഹു വശറാബഹു എന്നാണ്. നിങ്ങൾ മോശപ്പെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണതിൽ അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട, അതല്ല ആത്മാവ് പറയുന്ന നോമ്പിൻ്റെ. എന്നിട്ട് ഈ ജാതി നേരത്തെ പറഞ്ഞ പോലെയുള്ള മാത്താം കൂത്ത് കാണിക്കാനാണ് റമദാൻ മാസം. ഇവരുടെ ആ രാത്രിക്കത്തെ തറാവീസ്കാരം കിട്ടും ഇവർക്ക് മര്യാദക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ശക്തമായിട്ട് സമുദായം ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാം ആഘോഷിച്ച് അത് കച്ചവട കമ്പോളം ത്രസിപ്പിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്ന രീതി ഒരിക്കലും ശരിയല്ല. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അതിശക്തമായി രംഗത്ത് വരണം. പക്ഷെ ഇതിനൊക്കെ ഞാൻ ഒത്താശ പറഞ്ഞു കൊടുക്കണേ, ഇതിനൊക്കെ ആയത്തു ഹദീസ് ഉണ്ടാക്കി കൊടുക്കണേ, ആളുകളും വേറെ ഉണ്ടാവും, അവരെയും നമ്മൾ തിരിച്ചറിയണം.